കോങ്കോയിലെ നോർത്ത് കിവു പ്രവിശ്യയിൽ 30 പേരെ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തി. ബാഫേരെ ഗ്രാമത്തിൽ ബുധനാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയിലാണ് ഭീകരർ ആക്രമണം നടത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണ് ആക്രമണം നടത്തിയത്. 30-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും കുറഞ്ഞത് 100ഓളം പേരെ ബന്ദികളാക്കിയിട്ടുണ്ടെന്നും നിരവധി വീടുകൾ കത്തിച്ചതായും ബാപ്പേരെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന്റെ പ്രസിഡന്റും സിവിൽ സൊസൈറ്റി നേതാവുമായ സാമുവൽ കഹീനി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം ഇറ്റൂരിലെ ഒരു കത്തോലിക്ക പള്ളിയിൽ നടന്ന അക്രമത്തിൽ 40ഓളം പേരെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല സംഘടനയായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് കൊലപ്പെടുത്തിയിരുന്നു. ഇരകളിൽ ഭൂരിഭാഗവും വടിവാളുകൾ ഉപയോഗിച്ചാണ് കൊല്ലപ്പെട്ടത്. അയൽരാജ്യമായ ഉഗാണ്ടയിൽ വേരുകളുള്ള ADF ഉഗാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഇടയിലുള്ള അതിർത്തി ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഗ്രൂപ്പിനെതിരെ സംയുക്ത സായുധ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും സമീപ മാസങ്ങളിൽ ADF തീവ്രവാദ ഗ്രൂപ്പ് അക്രമങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ADF അക്രമങ്ങളുടെ എണ്ണം കോങ്കോയുടെ കിഴക്കൻ മേഖലയിലെ സങ്കീർണമായ സുരക്ഷാ വെല്ലുവിളികൾക്ക് ആക്കം കൂട്ടുന്നു. അവിടെ ഡസൻ കണക്കിന് മറ്റ് സായുധ ഗ്രൂപ്പുകൾ പോരാടുകയും ഗോമയുടെയും മറ്റ് പ്രധാന നഗരങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായി പോരാടുകയാണ്. കൂടുതൽ അക്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ലുബേറയുടെ സൈനിക ഭരണാധികാരി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.